വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ബ്രെഡ് സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ സ്നാക്സ് വേണ്ടത് അതിനനുസരിച്ച് ബ്രെഡ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 6 ബ്രെഡാണ്. ബ്രെഡിൻ്റെ അരികു വശമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ബ്രെഡൊന്ന് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ബ്രെഡ് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് കാബേജ് ആണ്. കാബേജ് നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കാബേജ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാപ്സിക്കമാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. നമ്മൾ വെജിറ്റബിൾസിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഉപ്പ് മാത്രം ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. എല്ലൊക്കെ മാറ്റിയതിന് ശേഷം അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിളൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുരുമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴറ്റി ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു ഫില്ലിങ് നല്ല കുക്കായിട്ട് വരാൻ. ഇനി ഈ പാലൊന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മൈദയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പാലൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു പരുവാവുന്നവരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്നായിട്ടൊന്ന് ഒട്ടി നന്നായിട്ടൊന്ന് സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഫില്ലിംഗ് ആകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ചെറിയ പീസ് ബ്രെഡ് എടുത്ത് ഇതേപോലെ ഒന്ന് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാ പീസും 2 ബ്രെഡ് പീസ് വെച്ചിട്ട് നടുവിൽ ഫില്ലിങ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ എല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈർക്കിളാണ്. അപ്പോൾ ഈർക്കിളിലേക്ക് ഓരോന്നായിട്ട് ഇത് ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റിക്കിലേക്ക് ഇങ്ങനെ കുത്തി കൊടുത്താലും മതി. അപ്പോൾ ഒരേപോലെ ലെവലാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഈ ഒരു കോഴിമുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും കോഴിമുട്ട എത്തുന്ന രീതിയിൽ ഒന്ന് മുക്കിയെടുക്കാം. ഇപ്പോൾ കോഴിമുട്ട നന്നായിട്ട് മുക്കിയതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാ സ്ഥലത്തും ഈ കോഴിമുട്ട ആയിട്ടില്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ കോഴിമുട്ടയിൽ മുക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഈ സ്നാക്സ് നല്ല ടേസ്റ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല ഓയിലിയാണ്. അപ്പോൾ അത്ര ഓയിലി ആയിട്ടുള്ള സ്നാക്സ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഒരു പാനിൽ 2-3 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. പൊരിച്ചെടുക്കുന്നതിന് പകരം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഗീ ഒഴിച്ച് കൊടുത്ത് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിനി ഓരോ ഭാഗങ്ങളും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 4 ഭാഗവും ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. നല്ലൊരു അടിപൊളി ഫില്ലിംഗ് ഒക്കെ ആണ് ഇതിനുള്ളത്. പിന്നെ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഓയിലി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ അധികം ഓയിലി ആയിട്ടുള്ള ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് 4 ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.